കൊച്ചി അൽഡ്രീം റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ഷിഗല്ല ബാധ. 3 പേരുടെ സാമ്പിളുകളിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോട്ടലിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേർന്നു. സഹിൻ, ഈ രോഗബാധ സ്ഥിരീകരിച്ചവരുടെ ആരോഗ്യനിലയൊക്കെ എങ്ങനെയാണ്? പോലീസ് നടപടി എങ്ങനെയാണ് റെസ്റ്റോറന്റിനെതിരായ? സേതു, ഞാനിപ്പോൾ ഉള്ളത് കലൂർ കത്രിക്കടവ് റോഡിലെ അൽഡ്രീം എന്ന് പറയുന്ന ഹോട്ടലിന് മുന്നിലാണ്. ഈ ഹോട്ടൽ നേരത്തെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വന്ന് അടച്ചുപൂട്ടിയിരുന്നു. കഴിഞ്ഞ 10-ാം തീയതിയും 11-ാം തീയതിയുമായിരുന്നു ഈ ഹോട്ടലിൽ ഭക്ഷ്യസുരക്ഷ ബാധിച്ചുകൊണ്ട് ആളുകൾക്ക് ഗുരുതരമായ പ്രശ്നം സംഭവിച്ചത്. ഇവിടെ നിന്ന് കുഴിമന്തി വാങ്ങിയ ആളുകൾക്കായിരുന്നു ബുദ്ധിമുട്ടുണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില ആളുകൾക്ക് പനിയും കടുത്ത വയറിളക്കവും ഛർദിയും എല്ലാം ഉണ്ടായിരുന്നു. 40ഓളം പേർക്ക് അസുഖം ബാധിച്ചു എന്നുള്ളതായിരുന്നു. അതേ തുടർന്നായിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ ഹോട്ടൽ അടച്ചുപൂട്ടിയത് താൽക്കാലികമായി. എന്നാൽ ഇന്ന് പുറത്തു വരുന്ന വാർത്തകളാകട്ടെ, ഈ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച ആളുകൾക്ക് ഷിഗല്ല രോഗം കൂടി പിടിപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, മലിനമായ ജലമോ ഭക്ഷണമോ കഴിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന ഷിഗല്ല രോഗം പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത് ഗുരുതരമായി ബാധിക്കാറുണ്ട്. എന്തായാലും 3 പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളം നോർത്ത് പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്തിരിക്കുകയാണ്. 40ഓളം ആളുകൾക്കാണ് അൽഡ്രീം എന്ന് പറയുന്ന ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ബുദ്ധിമുട്ടുണ്ടായത്. നമ്മൾക്കറിയാം, കലൂർ കത്രിക്കടവ് റോഡ് ഈ കാണുന്നതാണ്. ഇവിടെ നിരവധി വാഹനങ്ങൾ ദിവസവും കടന്നു പോകുന്ന ഒരു റോഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വാഹന പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളത് കൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി ഈ ഹോട്ടലിലേക്ക് എത്താറുണ്ട്. നിരവധി ആളുകൾ ഭക്ഷണം കഴിച്ചു മടങ്ങുന്ന ഒരിടം കൂടിയാണ്. എന്നാൽ കൃത്യമായ ശുചിത്വം ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് 40ഓളം പേർക്ക് രോഗം പിടിപെട്ടത്. എന്തായാലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് താൽക്കാലികമായി ഹോട്ടൽ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 പേർക്ക് ഷിഗല്ല രോഗം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നത്. സേതു.